നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് വരട്ടിയതാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞ് ഒരു കുക്കറിലിട്ട് പാർത്താം. ഒരു 2 ടീസ്പൂൺ ബീഫ് മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം വിനാഗിരി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് റെഡിയാക്കി കഴിയുമ്പോഴത്തേനും മസാലക്കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, ഒരു വലിയ സവാള കട്ട് ചെയ്തത്, ഒരു തക്കാളി. ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട ചേരുവകൾ. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വാടുമ്പോൾ തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാലകളെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ഇനി ചട്ടിയെടുത്ത് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണോളം, അരപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് വേവിക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ചുകൂടി വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇളക്കി മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.